ഇവിടെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള കേസ് അയാൾ ശരിക്കും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പോലീസുകാരെ സംരക്ഷിച്ചു എന്നുള്ളതൊന്നും അല്ല. അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ഗ്രീവൻസ്, അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ആരോപണം അതിൽ CPM-ന്റെയും BJP-യുടെയും മധ്യസ്ഥനായിട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു, BJP-ക്ക് തെരഞ്ഞെടുപ്പ് വിക്ടറി നേടിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്, RSS-മായി ബന്ധമുള്ള ആളാണെന്നൊക്കെ ആയിരുന്നു. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ്. അതിലൊന്നും കേസെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്നൊരു കേസ് എന്നുള്ള രീതിയിലാണ് ഈ മറ്റേ കേസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ സർക്കാർ വന്നതിന് ശേഷം എടുത്തുള്ള ഒരു കേസാണ്. ഈ കേസ് നാളെ കോടതിയിൽ പോയി പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പോലീസുകാരത് വന്നിട്ട് എം ആർ അജിത് കുമാറിനെതിരെ മൊഴിയൊന്നും തരാൻ പോകുന്നില്ല. ഇതിലെന്താ നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുക, ഞങ്ങളൊരു നടപടി എടുത്തു എന്ന് വരുത്താൻ മാത്രമേ ഇതിൽ പരമാവധി സാധിക്കുള്ളൂ എന്നുള്ള നിയമത്തിന്റെ സാമാന്യ വിജ്ഞാനമുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. ശശാങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇവിടെ ഉയർന്ന രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാർ അഭിഭാഷകരുടെ നിയമനമാണല്ലോ. ഈ അഭിഭാഷക നിയമനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യമുണ്ട്. ഒന്ന്, അഭിഭാഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അത് പക്ഷേ കേസുകളുടെ എണ്ണം കൂടി. അതനുസരിച്ച് മുൻകാലങ്ങളിൽ മുൻ സർക്കാരുകളും നമ്പർ കൂട്ടിയിട്ടുണ്ട്, അതുപോലെ ഞങ്ങളുടെ കാലത്ത് നമ്പർ കൂട്ടി, അതിൽ വലിയ ആനക്കാര്യമില്ല എന്ന് പറയുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവരുടെ പാർട്ടിക്കാരല്ലാത്ത ആളുകൾ കൂടി പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയിട്ടുള്ള പട്ടികയിൽ ഉള്ളവരാണ് ഈ വിവാദമായിട്ടുള്ള 2 നിയമനങ്ങൾ എന്ന് പറഞ്ഞ ആളുകളും ആ പട്ടികയിലുള്ളവരാണ് എന്ന് വിശദീകരിക്കുന്നു. പിന്നെ സ്വാഭാവികമായും ഇത്തരം നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളാണ്. അത് ആ നിലയ്ക്കുള്ള കാര്യമായി തന്നെയല്ലേ എല്ലാ കാലത്തും സംഭവിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക നിയമനത്തിൽ ശ്രീ ശങ്കുട്ടി ദാസ് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എതിരഭിപ്രായം പറഞ്ഞു, അത് പത്രത്തിൽ എവിടെയോ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവുന്ന അഭിഭാഷകർക്കിടയിൽ ഉണ്ടാവുന്ന അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും കഥയുള്ള കാര്യമാണോ? നോക്കൂ, ആ വിഷയത്തിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ആദ്യം ശ്രീ രാജു പി നായർ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ, ഞാൻ അധികം സമയം എടുക്കില്ല, അതിലേക്ക് ചർച്ച വഴിതിരിച്ചു വിടില്ല, പക്ഷെ വളരെ വേഗത്തിൽ ഉത്തരം പറഞ്ഞു പോകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കൂ, ആദ്യം അദ്ദേഹം പറയുന്നത് ഇവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാന സ്ലോഗനായിട്ട് ഉയർത്തിയിരുന്ന വിഷയത്തിൽ പോലും ഭരണത്തിലേറിയതിനു ശേഷം ഇവർക്ക് ആത്മാർത്ഥതയില്ല, ആ കാര്യത്തെ പോലും ഇവർ വാട്ടർ ഡൗൺ ചെയ്യുകയാണെന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് എതിരാളികൾക്ക് അത് പറയാനുള്ള അവകാശമില്ല എന്നാണ്. ടുക്കോക്കോ ഫാലസി എന്ന് പറയും. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നോട് അദ്ദേഹം പറഞ്ഞത് എന്റെ ദേശീയ പ്രസിഡന്റ് ജുംല എന്ന് പറഞ്ഞു, അതുകൊണ്ട് BJP-ക്കാർക്ക് ഇത് പറയാനുള്ള അവകാശമില്ലാത്ത. ഈ വിഷയം വാർത്ത വായിക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ABP ന്യൂസ് ലൈവില് അമിത്ഷായുമായി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ 15 ലക്ഷം അക്കൗണ്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് രജത് കുമാറിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു ശബ്ദമാണ് ജുംല. ജുംല എന്നുള്ള ഉറുദു ഹിന്ദി വാക്കിന്റെ അർത്ഥം എ ഫ്രേസ് ഓർ എൻ എക്സ്പ്രഷൻ എന്നാണ്. സാധാരണ നമ്മൾ സാമാന്യ ഭാഷയിൽ അത് ഉദ്ദേശിക്കാതെ ഇങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാതെ വെറുതെ പറയുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നെങ്കിലും അതിന്റെ അർത്ഥം ഒരു ഫ്രേസ്, അതൊരു പ്രയോഗം എന്നുള്ള അർത്ഥത്തിലാണ്. അതേ ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് വിശദീകരിച്ചത് ഇത് 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നല്ല, ഈ പണം മടക്കി കൊണ്ടുവന്നാൽ അതിന്റെ തോത് എത്രയുണ്ടെന്ന് വ്യക്തമാക്കാൻ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഓരോരുത്തരുടെ അക്കൗണ്ടിലും 15 ലക്ഷം വീതം തരാനുള്ള അത്രയും ഉണ്ടാവും, അതിന്റെ എക്സ്റ്റെൻഡ് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്, അല്ലാണ്ട് ലിറ്ററലി അല്ല അതിന് ഉദ്ദേശിക്കേണ്ടത്. അതാണ് അദ്ദേഹം എനിക്കെതിരെ എടുത്ത് ഉന്നയിക്കുന്നത്. എന്റെ ചോദ്യം, ഇനി ശരി അമിത്ഷാ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ തൊട്ട് എന്താ പറയുക വാഗ്ദാനങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥം വരുന്നുണ്ടോ? BJP-ക്കാരും CPM-കാരും വാഗ്ദാനം പാലിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ വാഗ്ദാനം പാലിക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് അതിന്റെ അർത്ഥം. 2 wrongs doesn't make a right എന്ന് പറയും. 2 തെറ്റുകൾ ഒരു ശരിയെ സൃഷ്ടിക്കുന്നില്ല. നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ഉന്നയിക്കാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കലാണ് മാന്യത. അതൊന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു എന്റെ പാർട്ടിയിലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്, അതൊക്കെ തീർത്ത് വന്നിട്ട് മതി, എന്റെ പാർട്ടിയിലുള്ള വിവാദങ്ങളൊക്കെ തീർത്ത് വന്നിട്ട് മതി മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജു പി നായർക്ക് ഏതെങ്കിലും ദിവസം ചർച്ചയിൽ ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കോൺഗ്രസിന്റെ UDF-ന്റെ ഉള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ആ കാര്യങ്ങൾക്ക് മുഴുവൻ സമാധാനം പറഞ്ഞാലേ നിങ്ങൾക്ക് പൊതുവിഷയങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ ബഹുമാനായിട്ടുള്ള സുഹൃത്തിന് ഒരു ദിവസവും ചർച്ചയിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നിങ്ങളെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവിടെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള കേസ് അയാൾ ശരിക്കും രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പോലീസുകാരെ സംരക്ഷിച്ചു എന്നുള്ളതൊന്നും അല്ല, അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ഗ്രീവൻസ്, അയാൾക്കെതിരെയുള്ള യഥാർത്ഥ ആരോപണം അതിൽ CPM-ന്റെയും BJP-യുടെയും മധ്യസ്ഥനായിട്ട് ഇടനിലക്കാരനായി പ്രവർത്തിച്ചു, BJP-ക്ക് തെരഞ്ഞെടുപ്പ് വിക്ടറി നേടിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളാണ്, RSS-മായി ബന്ധമുള്ള ആളാണെന്നൊക്കെ ആയിരുന്നു. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ്. അതിലൊന്നും കേസെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കേസ് എന്നുള്ള രീതിയിലാണ് ഈ മറ്റേ കേസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഈ സർക്കാർ വന്നതിന് ശേഷം എടുത്തുള്ള ഒരു കേസാണ്. ഈ കേസ് നാളെ കോടതിയിൽ പോയി പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പോലീസുകാരത് വന്നിട്ട് എം ആർ അജിത് കുമാറിനെതിരെ മൊഴിയൊന്നും തരാൻ പോകുന്നില്ല. ഇതിലെന്താ നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങളൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുക, ഞങ്ങളുടെ നടപടി എടുത്തു എന്ന് വരുത്താൻ മാത്രമേ ഇതിൽ പരമാവധി സാധിക്കുള്ളൂ എന്നുള്ള നിയമത്തിന്റെ സാമാന്യ വിജ്ഞാനമുള്ള ആളുകൾക്ക്
ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സമയത്തിനും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള സമയത്തിനും ഇടയ്ക്ക് എന്തോ ഒരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജൂൺ 23 റിപ്പോർട്ട് വന്നപ്പോഴേക്ക് ഇയാൾക്കെതിരെ നടപടി വേണ്ടെന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ മാത്രമേ വേണ്ടൂ. ശരി, രണ്ടാമത്തെ വിഷയം ഈ പറയുന്ന ഗവൺമെന്റ് ലീഡറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നോക്കൂ, എണ്ണം വർദ്ധിപ്പിച്ച കാര്യത്തിൽ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. സാമാന്യമായിട്ട് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 37,000-ലധികം കേസുകൾ ഓരോ വർഷം ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് 15-16 ലീഡർമാരെ കൊണ്ട് അത് ഡീൽ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് കാലികമായിട്ടുള്ള ആവശ്യമാണ്. കോടതികളുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ, ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. ഇവിടുത്തെ തർക്കം എന്താണ്? ഇവിടുത്തെ തർക്കം KSUവിനാണ്, ഇവിടുത്തെ തർക്കം യൂത്ത് കോൺഗ്രസിനാണ്, ഇവിടുത്തെ തർക്കം കോൺഗ്രസ്സുകാർക്കാണ്, പൊതുസമൂഹത്തിനല്ല. എനിക്കോ BJPക്കോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ അല്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനകാലത്തോ അല്ലെങ്കിൽ പിന്നീടുള്ള കാലത്തോ CPMന്റെയോ മറ്റു പാർട്ടിക്കാരുടെയോ സജീവ പ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് ഈ സർക്കാരിന് അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ഈ പറയുന്ന സുപ്രധാനമായിട്ടുള്ള പൊസിഷൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് ആരാണ്? നോക്കൂ, ഇത് അലോക്ഷ്യ സേവ്യർ എന്ന് പറയുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദീർഘമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നേതാവും ഈ വിഷയത്തിൽ VD സതീശനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് KSU ആണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് കോൺഗ്രസ് ആണ് ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിന് അങ്ങനെ ഒരു ആക്ഷേപമേ ഇല്ല എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ലോയേഴ്സ് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് എന്ന് പറഞ്ഞ വാർത്ത വന്നത് ജൂൺ 17 ആയിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. ആ വാർത്ത തെറ്റാണെങ്കിൽ നിയമം അറിയുന്ന ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷകർക്ക് ഈ മാധ്യമങ്ങൾക്കെതിരെ ഒരു നടപടിയെടുക്കാനുള്ള മതിയായിട്ടുള്ള സമയമുണ്ടായിരുന്നു. ഒരു വക്കീൽ നോട്ടീസെങ്കിലും അവരുടെ പേരിൽ വ്യാജമായിട്ടുള്ള വാർത്ത കൊടുത്തു, ഞങ്ങൾ പറയാത്തൊരു കാര്യം ഞങ്ങളുടെ പേരിൽ ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലീഗൽ നോട്ടീസെങ്കിലും അയക്കാൻ ലോയേഴ്സ് കോൺഗ്രസിലെ വക്കീലന്മാർക്ക് സാധിക്കുമായിരുന്നു. അതിനുപോലും പറ്റാത്തവരായതുകൊണ്ടാണോ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നുള്ള വക്കീലന്മാർക്ക് പകരം CPMന്റെയും മറ്റു പാർട്ടിയുടെയും വക്കീലന്മാരെ VD സതീശൻ സർക്കാർ അപ്പോയിന്റ് ചെയ്തത് എനിക്കറിയില്ല. കാരണം ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ സ്വാഭാവികമായിട്ടും വ്യാജ വാർത്തക്കെതിരെ നടപടി ഉണ്ടാവണം. അങ്ങനെയൊന്നും ഉണ്ടായതായി കാണുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക? രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം പറയുന്നതിൽ ഒരു വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം. ഈ പറയുന്ന KSUക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്നല്ലോ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസ് കൊടുക്കുന്ന പട്ടികയുടെ അടിയിൽ ഒപ്പിടലല്ലോ ഞങ്ങളുടെ പണി. നല്ല കേസ് നടത്താൻ സാധിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്യില്ലേ, ശരിയാണ്, പൊതുസമൂഹം അംഗീകരിക്കും. പക്ഷെ അവിടെ ഈ ബൈനറിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതായത് കേസ് നടത്താൻ സാധിക്കുന്ന, രാഷ്ട്രീയമൊന്നും നോക്കാണ്ട് കേസ് നടത്താൻ സാധിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ തന്നെയാണ് നിയമിക്കേണ്ടത്. അങ്ങനെയുള്ള വക്കീലന്മാരും രാഷ്ട്രീയ പ്രവർത്തനമുള്ളവരും ഉണ്ടാവില്ലേ? എന്തിന് രാഷ്ട്രീയ പ്രവർത്തകരെ വേറെ നിർത്തുന്നു, മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാരെ നിർത്തുന്നു? ഈ പറയുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ തന്നെ ഇങ്ങനെയുള്ള വക്കീലന്മാരുണ്ടെന്നിരിക്കെ അവരെ നിയമിക്കാമായിരുന്നിടത്ത് അതല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് KSU തിരുവനന്തപുരം KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താ ഇതിൽ കാര്യം? അത് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. നോക്കൂ, ഞാൻ KSUകാരനല്ല, ഞാൻ ABPയുടെ പ്രവർത്തകനായിരുന്നാണ്. പക്ഷേ ഒരു കോളേജിൽ കലാലയത്തിൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള KSUക്കാർക്കെങ്കിലും ആ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവിടുത്തെ SFI പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് അറിയുന്ന ആളാണ് ഞാൻ ആ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അവിടെ SFIക്കാരനല്ല എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജീവിതം നരകമാക്കാൻ തക്കതായിട്ടുള്ള ന്യായമാണ്. അതൊരു ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ഓഫ് SFI എന്നുള്ളതാണ് അതിന്റെ ബോർഡിൽ തന്നെ. 14 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ മാറ്റം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിങ്ങൾ ചെന്നാൽ നിങ്ങളൊരു KSUക്കാരനോ ABPക്കാരനോ ASFകാരനാണെങ്കിൽ പോലും നിങ്ങളുടെ 5 വർഷം ദുരിതമാണ്, നരകമാണ്, സഹനമാണ്. അങ്ങനെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും നിരന്തരമായി പരിഹസിക്കപ്പെടുകയും നിരന്തരമായിട്ട് അധിക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്, അത് ചെയ്തിരുന്ന ആളുകൾ, നിങ്ങൾ KSUവിൽ പ്രവർത്തിക്കണമെന്നില്ല, നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു KSUക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ പോലും നിങ്ങൾ നിരന്തരമായിട്ട് മർദ്ദനത്തിന് വിധേയനാവേണ്ടി വരും. ഇതൊക്കെ ചെയ്തിരുന്ന ഈ കൊടിയിൽ മാത്രം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതി വെക്കുകയും എന്നാൽ അക്ഷരാർത്ഥത്തിൽ തങ്ങളല്ലാത്ത മറ്റൊരാൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ആ തങ്ങൾക്ക് സമഗ്രാധിപത്യമുള്ള കലാലയത്തിനുള്ളിൽ എതിർ രാഷ്ട്രീയക്കാരെ മുഴുവൻ കായികമായിട്ട് നിരന്തരമായിട്ട് നേരിടുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഈ സംവിധാനം ഭരണത്തിൽ വരുന്ന സമയത്ത് അവർക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ ഇവരുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾക്ക്, അതേ കാലഘട്ടത്തിൽ ആ കലാലയത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം KSUവിനോട് വന്നിട്ടുള്ള ആളാണല്ലോ, അല്ലാണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഒരു സുപ്രഭാതത്തിൽ അവതരിച്ചിട്ടുള്ള ആളല്ലോ. സ്വാഭാവികമായിട്ടും എന്താണ്, തങ്ങളൊരു സംവിധാനത്തെ ഭരണത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയും അങ്ങനെ ഒരു സംവിധാനം ഭരണത്തിൽ ഏറുന്ന സമയത്ത് അത്രയും കാലം തങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ പറയുന്ന സംവിധാനത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷമാണത്. ആ വിഷമം ഇപ്പൊ ഇന്ന പാർട്ടിയിലോ ഇന്ന സംഘടനയിലോ പ്രവർത്തിക്കണമെന്നില്ല അത് മനസ്സിലാക്കാൻ. അത് എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. VD സതീശൻ അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലായില്ല. ശരി.